സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. രാജകീയ വംശമേവ രാജാധിരാജനാ നവ്യഗാനം ആലപിക്കാൻ ഭവ്യതയാർന്നു വാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്തുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. അനവത്തിൻ മമനാഥനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. പിതാവെ അനുഗ്രഹിച്ചാൽ തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. അധ്യായം 1, 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നത് എങ്ങനെ? നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത്. നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു, നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്, അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു. സകലരും കോഴ കൊതിക്കുന്നു, സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു. അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ്, ഇസ്രായേലിൻ്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു, എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും, എൻ്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും, ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ആദിയിലെന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും. നീതിയുടെ നഗരമെന്ന്, വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും. സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും. അവിടെ അനുദപിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും. എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിക്കും. കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷം ഇല്ലാതാകും. നിങ്ങൾക്ക് ആനന്ദം പകർന്ന കരുവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും. നിങ്ങൾ ഇലകൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയും ആകും. ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും. രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. വിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ
നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായുവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണം. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്കു തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാപരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നുവെങ്കിൽ അത് കൂടുതൽ ഉത്തമം. ഭാഷാപരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിന് ഉതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. സഹോദരരെ, ഞാൻ ഭാഷാപരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? വീണ, കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും വ്യതിരിക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുമോ? കാഹളധ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും. ഭാഷാവരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്ക് എന്തു മനസ്സിലാകും? വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവന് ഞാനും എനിക്ക് അവനും അന്യനായിരിക്കും. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായി യത്നിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമൻ മനത്താരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതം തൂലിക
താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വീണ്ടും ഈശോ തൻ്റെ ശിഷ്യരോട് അരുൾ ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന ജീവനെ പറ്റിയോ എന്തു ധരിക്കുമെന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ കളപ്പുരയോ അവയ്ക്കില്ല, എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠാകുലരാകുന്നതുകൊണ്ട് ആയുസ് ഒരു വിനാഴിക കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ഉത്കണ്ഠാകുലരാകുന്നതെന്തിന്? ലില്ലികളെ നോക്കുവിൻ, എങ്ങനെ അവ വളരുന്നു. അവ അധ്വാനിക്കുകയോ നൂൽക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ലോകത്തിൻ്റെ ജനതകളാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവ ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് ധർമ്മം കൊടുക്കുവിൻ, കീറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ, സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപവും. അവിടെ കള്ളനടുക്കുകയോ ചിതലെടുക്കുകയോ ഇല്ല. കാരണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്ലീഹാകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോകുന്ന വേദന നിറഞ്ഞ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യാശയും പ്രചോദനവും നൽകുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തെ നാം വിലയിരുത്തുമ്പോൾ നിങ്ങളും ഞാനും വലിയ ഓട്ടത്തിലായിരുന്നു.
വളരെ നിരന്തരമായി പല കാര്യങ്ങളെക്കുറിച്ചും വ്യാപൃതരായി തിരക്കിട്ട് ഓടി നടക്കുകയായിരുന്നു. ദൈവസ്വരത്തിനായി മുകളിലേക്ക് നോക്കാൻ പലരും നമുക്ക് പല സന്ദർഭങ്ങളിലും കഴിയാതെ പോയിട്ടുണ്ട്. സഹചരായ നമ്മുടെ സഹോദരങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നാം പലപ്പോഴും ജീവിച്ചു പോയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നടക്കുന്ന നമ്മൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാണാതെ അതിനെ ചവിട്ടിമെതിച്ച് ചിലതിനെ നശിപ്പിച്ച് ചൂഷണം ചെയ്ത് നാം കടന്നുപോയിട്ടുണ്ട്. ഫലമോ ഒരു കുഞ്ഞൻ കൊറോണ നമ്മളെ ചിലതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിൽ ഇന്നത്തെ പ്രത്യേകിച്ചും ലൂക്കായുടെ സുവിശേഷത്തിലെ നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഈശോ ഉദ്ബോധിപ്പിക്കുകയാണ്. ശരീരത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്തിന് ആകുലരാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്നും പ്രസക്തമായി ഈ തിരുവചനം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് വളരെ വലിയ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് നിശ്ചലമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ ഫോക്കസ് എങ്ങോട്ടായിരുന്നു? ആ ഓട്ടത്തിൻ്റെ ഫോക്കസ് എങ്ങോട്ടായിരിക്കണമെന്ന് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു ശരാശരി മലയാളിയുടെ ചിന്തകളും ആഗ്രഹങ്ങളും എന്താണ്? നിങ്ങളും ഞാനും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? ലൂക്കായുടെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്. അതിനു മുൻപുള്ള ഭാഗം നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വായിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ ആദ്യത്തെ ഒരു ഫോക്കസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ധനികനായ, ഫോഷനായ ആ മനുഷ്യൻ ചിന്തിക്കുന്നത്, എനിക്ക് ഇഷ്ടം പോലെ ധാന്യമുണ്ട്, വിളവെടുക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ അറപ്പുരകളൊക്കെ പണിയും, അതൊക്കെ ഞാൻ പൊളിച്ചു പണിയും, വലിയവ ഞാൻ പണിയും എന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്. കാരണം ധനമുണ്ടാക്കണം, പണമുണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത, ചെറുതെല്ലാം പൊളിക്കണം എനിക്ക്. ഈ ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ, നിങ്ങളുടെയും എൻ്റെയും മനസ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ധനവാനായ മനുഷ്യനെ പോലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ നല്ലതായ കാര്യങ്ങളൊക്കെ പൊളിച്ചു പണിയണം, കൂടുതൽ പണമുണ്ടാക്കണം, എന്നിട്ട് വലിയവ പണിയണം, അറപ്പുരകളൊക്കെ പൊളിച്ചു പണിയണം, കൂടുതൽ ഭംഗി പിടിപ്പിക്കണം, പള്ളിയുടെ മുറ്റത്തും വീടിൻ്റെ മുറ്റത്തുമൊക്കെ അങ്ങനെയുള്ള തിരക്കുകൾ, അങ്ങനെയുള്ള പണം ചിലവ് ചെയ്ത് കൂടുതൽ മോടി പിടിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ താല്പര്യങ്ങളും സന്തോഷവും അതായിരുന്നു ഈ ധനികനായ മനുഷ്യനെ പോലെ. രണ്ടാമത് വീണ്ടും സുവിശേഷത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, എന്ത് ഭക്ഷിക്കും എന്ന ജീവനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. 12-ാം അധ്യായത്തിലെ 22-ാമത്തെ വാക്യമാണ്. മൂന്നാമത്തെ ചിന്ത, മൂന്നാമത്തെ ആഗ്രഹം, എന്തു ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ച് ആകുലപ്പെടുന്നൊരവസ്ഥ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നിട്ടുണ്ട്. എന്നിട്ട് തിരുവചനം തുടരുകയാണ്, ഇതിലുമൊക്കെ വലുതാണ് ജീവൻ. 12:23 ഇതിലും വലുതാണ്, ഈ വസ്ത്രത്തേക്കാൾ, ഈ ഭക്ഷണത്തേക്കാൾ, ഈ അറപ്പുരകളേക്കാൾ വലുതാണ് ജീവനെന്ന് ഈശോ വളരെ വ്യക്തമായി ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ഒന്നാമത്തെ ആ ഒരു ആഗ്രഹത്തിലേക്ക്, ആ താല്പര്യത്തിലേക്ക് നമുക്ക് വരാം.
ഉൽപ്പത്തി പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിയുന്ന കാര്യം അവിടെ വിവരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ദൈവവുമായി അടുത്തു നിൽക്കേണ്ട, ദൈവം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കേണ്ടവനായ മനുഷ്യൻ അവൻ ചിന്തിക്കുന്നു, നമുക്ക് ഒരു പട്ടണം ആകാശം മുട്ടെ ഒരു ഗോപുരം തീർത്ത് പ്രശസ്തി നിലനിർത്താം. മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ആഗ്രഹത്തെ അത് നമ്മുടെ ആഗ്രഹമായിട്ട് തന്നെ മാറിയിട്ടില്ലേ എന്ന് 11:4 മനുഷ്യൻ്റെ അഹങ്കാരം, പ്രശസ്തി നിലനിർത്താൻ അഹങ്കാരമുറ്റിയ മനുഷ്യൻ ചിന്തിക്കുകയാണ്. അവൻ്റെ പൊങ്ങച്ചത്തിനു വേണ്ടി ആകാശം മുട്ടെ ഗോപുരം പണിയണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ആർത്തിയുടെ, അഹങ്കാരത്തിൻ്റെ, പൊങ്ങച്ചത്തിൻ്റെ ഫലമാണ് ബാബേൽ ഗോപുരം എന്ന് പറയുന്നത്. സംഭവിക്കുന്നത് എന്താണ്? ആശയക്കുഴപ്പമാണ്. ഒരു ഭാഷ മാത്രം എല്ലാവരും സംസാരിച്ചിടത്തു നിന്ന് ദൈവം ഭാഷ ഭിന്നിപ്പിക്കുകയാണ്, കൂട്ടിക്കുഴക്കലുണ്ടാവുകയാണ്. ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, ആശയക്കുഴപ്പം, കൂട്ടിക്കുഴക്കലുണ്ടാക്കുകയാണ്. ഗോപുരം പണിതീർക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല, പൂർത്തിയാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യൻ്റെ ഈ ഒരു ചിന്ത, ഒരു ആഗ്രഹം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്, ക്രിസ്ത്യാനികളായ നമുക്കുണ്ട്. ദൈവം ക്രമം കൊടുത്തവനാണ്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ക്രമം കൊടുത്തവനാണ് ദൈവം. ഈ പ്രകൃതിയുടെ ക്രമം നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ബാബേലുകളുണ്ട്. നമ്മുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദുരന്തങ്ങളുടെയും ഒക്കെ പിറകിൽ ഈ ഒരു സ്വാർത്ഥതയുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നിഷേധം, ദൈവത്തെ നിഷേധിച്ച് പറയുക, സ്വാർത്ഥത. നമ്മൾ നമ്മുടെ പ്രകൃതിയെയും മനുഷ്യനെയും പ്രകൃതി വസ്തുക്കളെയും വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അമിതമായി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പ്രകൃതിക്ക് ദുരന്തമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മാലിന്യം കുന്നുകൂടുന്നു, പല കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടാകുന്നു, പല തരത്തിലുള്ള മരണം. അത് ഭ്രൂണഹത്യയായിട്ടും ആത്മഹത്യയായിട്ടുമൊക്കെ ഈ സമൂഹത്തിലുള്ള ദൈവം തന്ന ഇടങ്ങളെയെല്ലാം നമ്മൾ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അതിൻ്റെ ക്രമമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കാൻ നമുക്ക് പറ്റുന്നില്ല, അവനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഉടമയായ ദൈവത്തെ നോക്കാൻ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ നിങ്ങളും ഞാനും മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പ്രകൃതിയുടെ ക്രമം നഷ്ടപ്പെടുത്തിയപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്നു, പകർച്ചവ്യാധികളുണ്ടാകുന്നു, അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാകുന്നു, മനുഷ്യൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. നമ്മൾ ഈ ബാബേൽ ഗോപുരത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു. നമ്മുടെ ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മൾ പണിത പല വീട്ടിലും എത്തിച്ചേരാൻ കഴിയാതെ വരുന്ന അവസ്ഥ, സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിൽ പോലും ആയിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, പണമുണ്ടായിട്ടും സ്വന്തം നാട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവപരിപാലനയിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മളെ പറയും. ഇതിനപ്പുറത്ത് ജീവൻ പ്രധാനപ്പെട്ടതാണ്. ജീവൻ പ്രദാനം ചെയ്തവനെ ശ്രദ്ധിക്കണം, അവൻ്റെ ഹിതമനുസരിക്കണമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് എന്ത് ഭക്ഷിക്കും എന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 16-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ അവിടെ ഇസ്രായേൽ ജനങ്ങൾ അവർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. അവരുടെ ഓരോ നിമിഷങ്ങളിലും കടന്നുപോയ ഓരോ വഴികളിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഏത് പ്രതികൂലമായ അവസ്ഥയിലും ദൈവം കൂടെ ഉണ്ടായിരുന്നത് അവർ മറന്നു കളഞ്ഞിട്ട് പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ ജനം പിറുപിറുത്ത് ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി അവർ പിറുപിറുത്തു. അങ്ങനെ അവർക്ക് ഭക്ഷണമില്ലാതിരുന്ന സന്ദർഭത്തിൽ
യഹോവയായ ദൈവം അവർക്ക് ഭക്ഷിക്കാനായിട്ട് മന്ന കൊടുത്തു. അവരുടെ ഭക്ഷണമായി ദൈവം കൂടെ നിന്നു, അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. പക്ഷേ ആ ജനം സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ വീണ്ടും വീണ്ടും പിറുപിറുക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, മോശയോട് ദൈവത്തോട് കലഹിക്കുകയാണ് ഇസ്രായേൽ ജനം. അപ്പോൾ ദൈവം അസഹിഷ്ണുത പ്രകടിപ്പിച്ച്, നിങ്ങൾ മൂക്കുമുട്ടത്തിനും നിങ്ങൾ ഛർദ്ദിക്കുമോ, ഈ ഭക്ഷണം കഴിച്ചത് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ കഴിക്കും, നിങ്ങളത് ഛർദ്ദിച്ചു കളയും എന്നൊക്കെ ദൈവം അവരോട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തെക്കുറിച്ച് അമിതമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടില്ലേ പ്രിയ സഹോദരങ്ങളെ? നമ്മുടെ വിരുന്നുകൾ, ഭക്ഷണം പാഴാക്കി കളയുന്നത്, നമ്മൾ വീടുകളിൽ നിന്ന് ഹോട്ടലുകളിലേക്കും ബാറുകളിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും കൂടുതൽ സമയം, ദിവസങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. വീട്ടിൽ കുടുംബാംഗങ്ങളോടൊത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടി, ഒരു ട്രെൻഡിന് വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ഇടങ്ങൾ തേടി പോയിട്ടുണ്ട്. ഒരല്പമൊക്കെ സന്തോഷം കിട്ടിയേക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുമ്പോൾ എന്താണ് സംഭവിച്ചിരുന്നത്? നമ്മൾ കൂടുതൽ കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ അന്വേഷിച്ച് പോയി, കൂടുതൽ ബാറുകളിലേക്ക് നമ്മൾ പോയി. നമ്മൾ കുടുംബത്തിലിരുന്ന് മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ആ സൗഹൃദത്തിലും സ്നേഹത്തിലും ഭക്ഷണം കഴിക്കേണ്ടിടത്തും പ്രാർത്ഥന ചൊല്ലേണ്ടിടത്തും നിന്ന് നമ്മൾ പല പല ഇടങ്ങളിലേക്ക് പോയപ്പോൾ നമ്മൾ കരുതിയത് അവിടെയൊക്കെ സന്തോഷം കിട്ടും, ആനന്ദം കിട്ടുമെന്നൊക്കെയാണ്. പക്ഷേ ഇന്ന് ആ ഹോട്ടലുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഉള്ള അകലമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഹൃദ്യതയിലേക്കും അവിടുത്തെ ആത്മീയതയിലേക്കും ആ കൂട്ടായ്മയുടെ കുടുംബത്തിൻ്റെ ആരാധനയിലേക്കും കുടുംബത്തിൻ്റെ ആത്മീയതയിലേക്കും വരണമെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി, അമിതമായ ചിന്തകൾ, അതും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്ന്, അത് വേണ്ട എന്ന അർത്ഥത്തിലല്ല ഈശോ സൂചിപ്പിക്കുന്നത്. അത് അമിതമാകുമ്പോൾ ആപത്താണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ നമ്മുടെ ചിന്ത എന്തു ധരിക്കും എന്നുള്ളതാണ്. ഈ എന്തു ധരിക്കും എന്നുള്ളൊരു കാര്യം, അമിതമായ ഒരു ശ്രദ്ധ ആ ഒരു കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. വാങ്ങിക്കൂട്ടുക, കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ വസ്ത്രങ്ങളായും ആഭരണമായും വാങ്ങിക്കൂട്ടി അതിലാനന്ദിക്കാനായിട്ട് നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദം, അത് കഴിഞ്ഞപ്പോൾ പാപാവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായപ്പോൾ തങ്ങൾ നഗ്നരാണ് എന്ന് ഉള്ള ഒരു ചിന്ത ഉണ്ടാവുകയാണ്. അപ്പം ദൈവം വിളിക്കുമ്പോൾ ഈ ആദം ചെയ്യുന്നത് അത്തിമരത്തിൻ്റെ ഇലകൾ തുന്നിക്കെട്ടി ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ആദ്യത്തെ ഒരു വസ്ത്രമാണത്. നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതേ തുടർന്ന് ഈ മനുഷ്യർക്ക് ദൈവം തന്നെയും ഉടയാടയുണ്ടാക്കി, തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി മനുഷ്യന് നൽകുന്നുണ്ട് ദൈവം. അത്രമാത്രം കരുതലുള്ളവനാണ് ദൈവം. അപ്പോൾ ഈ ആദ്യത്തെ ആ ഒരു വസ്ത്രം, അത്തിയിലകൾ തുന്നിക്കെട്ടിയുള്ള ആദ്യത്തെ വസ്ത്രം, അതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ നഗ്നത മറയ്ക്കുവാൻ നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് പലതും ആവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇന്ന് എല്ലാ ഡ്രസ്സും മാറിക്കഴിഞ്ഞു. ഇന്ന് മാസ്കാണ് താരം. ബാക്കി എല്ലാ ഡ്രസ്സിനും ഇന്ന് അപ്രസക്തമായിരിക്കുകയാണ്. ഇന്ന് ആര് ശ്രദ്ധിക്കാനാണ്? ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്നത് ആ ആൾ മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിനു മുൻപ് മറ്റെല്ലാ ഡ്രസ്സിനെക്കുറിച്ച് മനുഷ്യൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അത് മാറിയിട്ട് ഈ പണ്ട് കാലത്ത് നമ്മുടെ ആദിപിതാവായ ആദം ഉടുത്ത അത്തിയുടെ ഇലയുടെ ഷേപ്പുള്ള ആ ഒരു മാസ്കിനാണ് ഇന്ന് ഡിമാൻഡ്. അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ആ തരത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഈ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതനുസരിച്ച് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം. ഭയപ്പാടിൻ്റെ സമയമല്ലിത്.
നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനെ അതിജീവിക്കും. ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും പകർച്ചവ്യാധികളെയും മനുഷ്യൻ അതിജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാഠമാണ്. നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇതിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കപ്പെടും. ഇതിനെതിരായിട്ട് നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ക്വാറന്റൈൻ ചെയ്യപ്പെടുക, നിർദ്ദേശമനുസരിച്ച് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയമെടുത്ത് ഇത് നിയന്ത്രണ വിധേയമാവും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി ധൈര്യത്തോടുകൂടി തന്നെ നമ്മൾ ഇതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചന ഭാഗം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ആത്മാവിൻ്റെ സാനിറ്റൈസർ ഉപയോഗിക്കണം. നമ്മൾ ആത്മാവിനൊരു സാനിറ്റൈസർ ആവശ്യമാണ്. അത് കുമ്പസാരം എന്ന കൂദാശയാണ്. ആ കുമ്പസാരം എന്ന കൂദാശയും വിശുദ്ധ കുർബാനയും സ്വീകരിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ആത്മീയ പ്രതിരോധം തീർക്കും നമ്മൾ. അപ്പോൾ ഈ ആത്മാവിൻ്റെ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കി നമ്മൾ ജീവിതത്തിൻ്റെ ആത്മീയമായ ആരോഗ്യത്തിലേക്കും നമ്മുടെ കൂട്ടായ്മയിലേക്കും നമ്മൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ആത്മീയതയുടെ ഒരു ക്വാറന്റൈനിലേക്ക് നമ്മൾ തിരികെ പോകണം. ദൈവവുമായിട്ടുള്ള ഒരു ക്വാറന്റൈൻ നമുക്ക് ഈ കാലത്ത് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുകളഞ്ഞതാണ്. ദൈവവുമായിട്ടുള്ള ഒരു ക്വാറന്റൈൻ ബന്ധം, അതായത് അവിടെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണല്ലോ ഇരിക്കേണ്ടതാണല്ലോ ഒരവസ്ഥ. ആ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. തിന്മയുടെ ആ ഒരു അകലം, തിന്മയിൽ നിന്ന് നമ്മൾ അകലം സൂക്ഷിക്കുക. തിന്മയിൽ നിന്ന് അകലം സൂക്ഷിച്ചുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ജീവനാണ് പ്രധാനം. ദൈവമാണ് ജീവൻ തന്നത്. അതിനെ നിലനിർത്താനും ഈ പ്രകൃതിയുടെ സൗന്ദര്യം വീണ്ടെടുക്കാനും അതിൻ്റെ ക്രമത്തിൽ ഉത്തരവാദിത്വപ്പെട്ട നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ക്രമം നിലനിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്ത തിരുനാളിൽ ശ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ ശ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ റെമീജിയോസ് മെത്രാനെയും ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന മാർ ജോസഫ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും ശ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുണയുക നാം അഖിലരുമൊന്നാം സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. കാതിനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയവുസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാൻ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗത
ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മൂതാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രാപ്പോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഭൂഖാദൻ
സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർക്കും ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാജര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാം. ന്യായവുമാണത് യുക്തവുമാം. ന്യായവുമാണത് യുക്തവുമാം. ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കിനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരുവികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ. ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന ഓശാന. പിതാവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും
അങ്ങയുടെ സത്തയുടെ പ്രതിശായിയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയിലെ എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ,
അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നിർമ്മല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായും ദൈവീയമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമുഖവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ നാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ
സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ശംസിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഉയർന്നങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധീകരണത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രത്യുത്തരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. എപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ലിഹന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരരത്നങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് അങ്ങയോട് പൂർണ്ണമായി പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം.
അവരുടെ മൈതാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാൽ നൽകി റൂഹാദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവസ്തുതികൾ നാം, വാഴ്ത്താമെന്നും തിരുമുൻപിൽ. ആമേൻ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിതാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷകകൃപയും താതന്തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും